കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായത് മമ്മൂട്ടി മോഹൻലാൽ റീയൂണിയൻ. ആ റീയൂണിയൻ എന്ന് പറയുന്ന സിനിമയിൽ തന്നെയാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഏറെ കാത്തിരിക്കുന്നതാണ് മമ്മൂട്ടി മോഹൻലാൽ ഒരുമിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി. മമ്മൂട്ടി മോഹൻലാൽ ഒരുമിക്കുന്ന ഒരു സിനിമയാണ് മഹേഷ് നാരായണൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത്. അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഒരുങ്ങാൻ പോകുന്നത്. ഇനിഷ്യലി ഇത് കുറച്ച് താരങ്ങളെ വെച്ചാണ് ചെയ്യാൻ തീരുമാനിച്ചത്. അതായത് മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, പിന്നെ സുരേഷ് ഗോപി. അങ്ങനെയാണ് ഇനിഷ്യലി ഇതിൻ്റെ ഒരു അതായത് അദ്ദേഹം സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയത്. പക്ഷേ അതിൽ നിന്ന് സുരേഷ് ഗോപി മാറി മോഹൻലാലിനെ പ്ലേസ് ചെയ്തതോടെ ഈ ഒരു സിനിമയുടെ ഒരു റേഞ്ച് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു ഹാഷ്ടാഗ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. #MMMN. നമ്മൾ RR സിനിമ പോലെ തന്നെ #MMMN, അതായത് മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ 4 താരങ്ങളെ കൂടാതെ മറ്റു ഭാഷകളിൽ നിന്ന് ഒരുപാട് താരങ്ങൾ കൂടെ ഈ ഒരു സിനിമയിലുണ്ട്. സിനിമയുടെ പൂജ ശ്രീലങ്കയിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ആൻഡോ ജോസഫാണ് ഈ ഒരു സിനിമ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇതിൽ ഈ പറഞ്ഞ 4 താരങ്ങളെ കൂടാതെ തന്നെ ടൊവിനോ തോമസ് ഉണ്ട്, അതുപോലെ ശിവരാജ് കുമാർ ഉണ്ട്, വെങ്കടേഷ് ഉണ്ട്, നയൻതാരയുണ്ട്, അന്നാബെൻ ഉണ്ട്, രേവതി ഉണ്ട്, അതുപോലെ സമാനതയൊക്കെ ഒരു സ്പെഷ്യൽ സോങ്ങിൽ അപ്പിയർ ചെയ്യുമെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ സൂചിക്കുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൻ്റെ മറ്റൊരു 2020 ആണ് അരങ്ങിൽ ഒരുങ്ങാൻ പോകുന്നത്. അപ്പം ഇതിലെ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കഥ എഴുതുന്നത് സാക്ഷാൽ കമൽഹാസനാണ്. അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ സൂചിപ്പിക്കുകയുണ്ടായി മഹേഷ് നാരായണൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം കഥ എഴുതുന്നുണ്ട്. അതായത് സാക്ഷാൽ കമൽഹാസൻ കഥ എഴുതുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം കഥ എഴുതിയ സിനിമകളാണ് ആളവന്താൻ, അൻപേശും, വരാൻ പോകുന്ന തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമകൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തെ സിനിമകളുടെ കഥയെല്ലാം കമൽഹാസൻ തന്നെയാണ് എഴുതിയത്. അപ്പോൾ ഈ കമൽഹാസൻ എഴുതുന്ന ഈ ഒരു കഥ, പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാൽ കോംബോയിലുള്ള ഈ ഒരു കഥ എന്ന് പറയുന്നത് ഒരു പക്ക കൊമേഴ്ഷ്യൽ മാസ് എലമെന്റ് എല്ലാം കൂടെ ചേർന്ന ഒരു സിനിമയായിരിക്കും. അതായത് ഒരു ക്ലാസിക് ടൈപ്പ് ഓഫ് സിനിമയിൽ നിന്ന് മാറി കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ആഡ് ചെയ്തൊരു സിനിമയായിരിക്കും. പക്ഷേ ഇതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇനി ഒഫീഷ്യലായിട്ട് വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കമൽഹാസൻ സൃഷ്ടിക്കുന്ന ആ ഒരു കഥയിൽ മമ്മൂട്ടി മോഹൻലാൽ വരുമ്പോൾ അതും മഹേഷ് നാരായണൻ പ്രസന്റ് ചെയ്യുന്ന ഈ ഒരു സിനിമയിൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന ഒരു മെഗാ സിനിമയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം കാത്തിരിക്കുന്നു മലയാള സിനിമയിലെ ആ ഒരു ജൈന്റ് റിലീസിനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.